കേരളത്തിൽ നമ്മൾ ഹോട്ടലുകൾക്ക് മുന്നിലൊക്കെ കാണുന്നത് മിക്കവാറും വിലവിവര പട്ടികകളായിരിക്കും. എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടയാളങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മുംബൈ മറൈൻ ഡ്രൈവിലൂടെ നടക്കുമ്പോൾ എക്സ്പ്രസ് ഭവനും ട്രൈഡന്റ് ഹോട്ടലിനും സമീപത്തായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ കണ്ണിൽപ്പെടും. അവിടുത്തെ ബാനറിൽ ഓരോ ദിവസവും ഉയർത്തിക്കാട്ടുന്നത് വിലവിവര പട്ടികയൊന്നുമല്ല, ലോകത്തെ സംഭവവികാസങ്ങളുടെ ഒരു ചുരുക്കെഴുത്ത് തന്നെ ഈ ബോർഡിൽ നടത്താറുണ്ട്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ആ എഴുത്ത് പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായി മാറിയിട്ടില്ല. മഹാരാഷ്ട്ര, മഹായൂതി, മഹാവിജയ്. ഈ ബാനറിന്റെ ആയുസ് വ്യാഴാഴ്ച കഴിയുമായിരിക്കും. കാരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ ദേവേന്ദ്ര ഫട്നാവിസ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടായിരുന്നു ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിൽ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാൻ ഐക്യകണ്ഠമായി തീരുമാനിച്ചത്. വിധാൻ സഭയ്ക്ക് മുന്നിൽ കാത്തുകെട്ടിക്കിടന്ന മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ മറ്റും മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഒറ്റ മലക്കം മറിച്ചിലാണ് വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കിയത്. കാരണം തലേ ദിവസം വരെ അമിത് ഷായെ ഉൾപ്പെടെ ഡൽഹിയിൽ കണ്ട് നടത്തിയ ധാരണയാണ് ഒറ്റയടിക്ക് ഏക്നാഥ് ഷിൻഡെ മാറ്റിക്കളഞ്ഞത്. അസുഖബാധിതനെന്ന് പറഞ്ഞ് നാടുവിട്ട അദ്ദേഹത്തെ ഒടുവിൽ സാക്ഷാൽ അമിത് ഷാ തന്നെ രംഗത്തിറക്കി പ്രശ്നപരിഹാരം നടത്തിയതോടെയാണ് മഹാനാടക രാഷ്ട്രീയത്തിന് പരിഹാരമായത്. ഇനി മഹാരാഷ്ട്രയിൽ 2 ഉപമുഖ്യമന്ത്രിമാരാണ് ഉണ്ടാവുക. മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും എൻ.സി.പി നേതാവ് അജിത് പവാറും. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണി എന്നിവരാണ് പ്രതിസന്ധി പരിഹരിച്ചതെന്നാണ് സൂചന. ധരംപേട്ടിലെ ആർ.എസ്.എസ് ശാഖാപ്രവർത്തകനിൽ നിന്ന് മഹാരാഷ്ട്രയുടെ ഭരണസിരാ കേന്ദ്രത്തിലെത്തിയ ദേവേന്ദ്ര ഫട്നാവിസ് മാറിമറിഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാ മുഖങ്ങൾക്കും സാക്ഷിയായ നേതാവാണ്. 22-ാം വയസ്സിൽ നാഗ്പൂർ കോർപ്പറേഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നേതൃപാടവം തെളിയിച്ചു. അഭിഭാഷകനായി കരിയർ തുടങ്ങിയ അദ്ദേഹം ആർ.എസ്.എസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. ബുദ്ധിവൈഭവവും സംവാദത്തിലെ കഴിവും അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 6 തവണയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കുട്ടിക്കാലത്ത് തന്റെ പിതാവിനെ ജയിലിലടച്ച പ്രധാനമന്ത്രിയുടെ പേരുള്ള സ്കൂളിൽ പഠിക്കാൻ വിസമ്മതിച്ച അദ്ദേഹം ഇന്ദിരാ കോൺവെന്റിലെ പഠനം ഉപേക്ഷിക്കാൻ തയ്യാറായി. പിന്നീട് സരസ്വതി വിദ്യാലയത്തിലേക്ക് പഠനം മാറ്റാനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ തന്നെ വഴിത്തിരിവായി. 27-ാം വയസ്സിൽ നാഗ്പൂരിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ഫട്നാവിസ് അധികാരമേറ്റു. പിന്നീട് മഹാരാഷ്ട്രയുടെ 2ാമത്തെ ബ്രാഹ്മണ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും അദ്ദേഹം സ്വന്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആർ.എസ്.എസ് ജോയിന്റ് സെക്രട്ടറി അതുൽ ലിമായെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പിടിവള്ളി. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏക് ഹേ തോ സേഫ് ഹേ എന്ന മുദ്രാവാക്യവും അദ്ദേഹം പ്രചരണങ്ങളിലുടനീളം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ആകർഷിക്കുന്ന നേതൃഗുണം കാഴ്ചവെക്കുന്നയാളാണ് ഫട്നാവിസ്. 2014-ൽ ആദ്യമായി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ഫട്നാവിസ് മറാത്ത സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടുഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ടാറ്റ സുമോയ്ക്കോ ബൊലോറയ്ക്കോ പോലും പെട്രോൾ അടിക്കാൻ കാശില്ലാതെ കേരള പോലീസ് കഷ്ടപ്പെടുന്ന സമയത്ത് റേഞ്ച് റോവറും ബെൻസുമൊക്കെ മഹാരാഷ്ട്ര പോലീസിന്റെ ഭാഗമാക്കുന്നതിൽ ഫട്നാവിസ് നടത്തിയ ശ്രമങ്ങളും എടുത്തു പറയേണ്ടതാണ്.